വർഷം പാരമ്പര്യമുള്ള കരവാളൂർ AMM ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഉദ്ഘാടനം NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. തിങ്കൾ, ചൊവ്വ, ബുധൻ. ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ. ഇതേ എനിക്കുള്ളതാ. ഫാമിലിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ആ 10,000-കണക്കിന് കേരളത്തിനകത്തും രാജ്യത്തിന് പുറത്തും ഒക്കെയായി വിവിധ തലങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നവരെ ആകെ കോർത്തിണക്കിക്കൊണ്ടാണ് ഫോമർ സ്റ്റുഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കാൻ വേണ്ടി ശ്രീ രാജു പാപ്പന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രാഥമിക യോഗം വിളിച്ചിട്ടുള്ളത്. സത്യത്തിൽ പ്രാരംഭ യോഗം അല്ലെങ്കിൽ പ്രഥമ യോഗം തന്നെ നല്ല ഒരു വിജയമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇത്രയും പേർ ഈ സ്കൂളിൽ പഠിച്ച് പുറത്തു പോയി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവൃത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇവിടെ ഒത്തുചേരാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സംഘടനയുടെ ഭാവി പ്രവർത്തനത്തിന്റെ ശുഭസൂചകമായി തന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും ഈ നാടിന്റെ പേരിലുള്ള ആർദ്രമായ അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ, അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ. കോയിപ്പുറം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് രാജു പാപ്പൻ അധ്യക്ഷനായിരുന്നു. 1000-ലേറെ വരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ പ്രതിനിധികളാണ് കൂട്ടായ്മയിൽ പങ്കെടുത്തത്. ആ 3 വർഷത്തിൽ ഒരിക്കലും ഒരു വാർഷികം നടത്തിയതായിട്ട് ഓർമ്മയില്ല. ഒരു വർഷം ഉണ്ടായിരുന്നു. അന്ന് ചില നാടകങ്ങളും പരിപാടിയെല്ലാം സംഘടിപ്പിച്ചു. പിന്നെ സാംസ്കാരിക എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ലൈബ്രറിയൊന്നുമില്ല. ഈ കരവാളൂരുള്ള ഗ്രാമീണ വായനശാലയിലുള്ള പുസ്തകങ്ങൾ ജനിക്കുന്നു. പിന്നെ മലയാള ഭാഷയോടും സാഹിത്യവുമായിട്ട് ഒന്നിച്ച് ബന്ധപ്പെടുത്താൻ കഴിയുന്നത് അത് മാത്രമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൽ ദീർഘിപ്പിക്കുന്നില്ല. കാര്യം നമ്മുടെ ഈ മീറ്റിങ്ങിന്റെ പ്രധാന ഘടകങ്ങളിലേക്ക് വന്നു. പിന്നെ പഠിത്തത്തെ സംബന്ധിച്ചുള്ള എനിക്ക് ഇതുവരെ അടികൊണ്ടിട്ടില്ല. പഠിക്കാനൊന്നും പ്രത്യേകിച്ച് അറിയുന്നില്ല. സാറ് പറയുന്നതെല്ലാം കാണാൻ പഠിക്കുക എന്നുള്ള ശീലമായിരുന്നു. SLCയുടെ പബ്ലിക് അവസാന പരീക്ഷയ്ക്ക് വരുമ്പോഴാണ് അറിയുന്നത്. പബ്ലിക് പരീക്ഷ ചിലപ്പോൾ പബ്ലിക് പരീക്ഷയുണ്ട്, അന്നേരം അറിയുന്നില്ല. വർഷാവസാന പരീക്ഷയ്ക്ക് വേണ്ടി വരുന്നു. പബ്ലിക് പരീക്ഷയാണോ എന്തോ അറിയുന്നില്ല. രക്ഷാധികാരി ഷാർലി ബെഞ്ചമിൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ K. ഷാജി ഗുരുവന്ദനം ഉദ്ഘാടനം ചെയ്തു. വർഗീസ് മാമൻ അധ്യാപകർക്കുള്ള ആദ്യ പൊന്നാട അണിയിച്ചു. AMMHS ഹെഡ്മാസ്റ്റർ ജേക്കബ് അറക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ R, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ജിഷ മുരളി, ലിസി ഷിബു, യോഹന്നാൻ കുട്ടി, PTA പ്രസിഡന്റ് V. രാജൻപിള്ള എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഗുരുവന്ദനത്തിന് റിട്ടയർഡ് അധ്യാപകരെ പ്രതിനിധീകരിച്ച് മുൻ ഹെഡ്മിസ്ട്രസ് സുജ ജോർജ് നന്ദി പറഞ്ഞു. ട്രഷറർ M. മോഹൻപിള്ള നന്ദി പറഞ്ഞു. കലാപരിപാടികൾക്ക് നേതൃത്വം നൽകിയ അധ്യാപകനായ സെനു തോമസ്, പൂർവ്വ വിദ്യാർത്ഥിയായ ജയദീഷ് എന്നിവർ സംഗീത പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുട്ടികളുടെ നൃത്ത പരിപാടിയും ഒരുക്കിയിരുന്നു. സ്കൂൾ ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെയാണ് വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് ആനയിച്ചത്. പൂർവ്വ വിദ്യാർത്ഥികളായ R. രാജൻപിള്ള, ഏലിയാമ്മ തോമസ് എന്നിവരെ ആദരിച്ചു.
രാമസ്വാമി പിള്ള സ്കൂൾ ഓർമ്മകൾ പങ്കിട്ടു. ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ. തിങ്കൾ, ചൊവ്വ, ബുധൻ. ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ. ഇതേ എനിക്കുള്ളതാ. ഫാമിലിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ 365 ദിവസത്തേക്കും എടുത്താലോ എന്നാ. ഞെട്ടിയോ? ഇതുപോലൊന്ന് കണ്ടാൽ ആരും ഞെട്ടും. ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി കളക്ഷൻ, ഇത്തിരി വില. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിൽ